ഇത് ക്ലാസ് 6th ഹിന്ദി ചാപ്റ്റർ 1 മാതൃഭൂമിയുടെ പാർട്ട് 2 ആണ് കേട്ടോ. ആദ്യം നമുക്ക് കുറച്ച് വേർഡ്സിൻ്റെ അർത്ഥം നോക്കാം. അമരായിയാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആം കെ പേടോം കാ ബഗീച്ച, അതായത് മാവിൻ്റെ തോട്ടം ഉണ്ടാവില്ലേ, അതാണ് അമരായിയാം എന്ന് പറയുന്നത്. ഖനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഹുത് അധിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാന്ദ്രമായ, കൂടുതലുള്ള, ഭയങ്കര തിക്കായിട്ടുള്ള. പുക്കാർത്തി ഹേ, ആവാസ് ദേത്തി ഹേ, അല്ലെങ്കിൽ ഗാത്തി ഹേ, പാടുന്നു, വിളിക്കുന്നു, അതൊക്കെയാണ് പുക്കാർത്തി ഹേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മലൈ പവൻ, ദക്ഷിൺ സെ ബഹ്നെ വാലി ഠണ്ഡി സുഗന്ധിത് ഹവ, അതായത് ഇന്ത്യയുടെ തെക്കൻ ദിശയിൽ നിന്ന്, ദക്ഷിണ ദിശയിൽ നിന്നും വീശുന്ന തണുത്ത സുഗന്ധമുള്ള കാറ്റ്. തന്മൻ സംവാർത്തി ഹേ, ശരീർ ഓർ മൻ കോ താരോ താസ കർ ദേത്തി ഹേ, അതായത് ശരീരത്തെയും മനസ്സിനെയും തേജസ്സുറ്റതാക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിനും മനസ്സിനും ഒരുപോലെ സുഖം നൽകുന്നത്. ധർമ്മഭൂമി, ധർമ്മ കാ പാലൻ കർണേ വാലി ഭൂമി, ധർമ്മം പാലിക്കുന്ന ഭൂമി. കർമ്മഭൂമി, പരിശ്രം ഓർ കർത്തവ്യ പാലൻ കി ഭൂമി, അതായത് പരിശ്രമവും കർമ്മവും ചെയ്യുന്ന ഭൂമി. ജന്മഭൂമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജന്മ ലേനേക്ക് ഭൂമി, അപ്നാ ദേശ്, അതായത് നമ്മൾക്ക് ജന്മം നൽകിയ ഭൂമി, നമ്മുടെ സ്വന്തം രാജ്യം. പുനീത്, പവിത്ര, ശുദ്ധ്, അതായത് ശുദ്ധമായ. സുയശ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസിദ്ധി. വംശി, ബാൻസുരി, അതായത് ഓടക്കുഴൽ. ഗീത ഭഗവത്ഗീതയാണ് കേട്ടോ. ഗൗതം, മഹാത്മാ ബുദ്ധ്, ദയ, കരുണ. യുദ്ധഭൂമി, യുദ്ധ ഹോനെ കാ സ്ഥാൻ, യുദ്ധം നടക്കുന്ന സ്ഥലം, ഇവിടെ മഹാഭാരതത്തിലെ കുരുക്ഷേത്രം. ബുദ്ധ ഭൂമി, ബുദ്ധ കെ ജന്മ और उनके ज्ञान की भूमि. മാതൃഭൂമി, മാം കെ സമാൻ പൂജ്യ ദേശ്. ഇനി നമുക്ക് പാർട്ട് 2ൻ്റെ പോയത്തിൻ്റെ ഭാഗം നോക്കാം കേട്ടോ. അമരായിയാം ഖനി ഹേ, കോയൽ പുക്കാർത്തി ഹേ, ബഹ്തി മലൈ പവൻ ഹേ, തൻ മൻ സംവാർത്തി ഹേ. അമരായിയാം ഖനി ഹേ എന്ന് പറഞ്ഞു കഴിഞ്ഞതാണ്. ഈ പോയത്തിൽ എന്താണ് മെയിനായിട്ട് ഈ കവിതയിലൂടെ പറയുന്നത്? നമ്മുടെ രാജ്യത്തെക്കുറിച്ചാണ്, അല്ലെ നമ്മുടെ ഭാരതത്തെക്കുറിച്ചാണ് പറയുന്നത്. അമരായിയാം ഖനി ഹേ, അമരായിയാം പറഞ്ഞില്ലേ, മാവിൻ തോട്ടങ്ങൾ, ഇടതൂർന്ന മാവിൻ തോട്ടങ്ങളുണ്ട്. കോയൽ പുക്കാർത്തി ഹേ, കുയിലുകൾ വിളിക്കുന്നു, അതായത് കുയിൽ കൂവുന്നത് കേൾക്കാം അല്ലേ. ബഹ്തി മലൈ പവൻ ഹേ, തന്മൻ സംവാർത്തി ഹേ, അതായത് ഇന്ത്യയുടെ ദക്ഷിണ ഭാഗത്തു നിന്നും വരുന്ന നല്ല ചന്ദനത്തിൻ്റെ മണമുള്ള കാറ്റ് നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയുമെല്ലാം ശാന്തമാക്കുന്നു, പ്രസന്നമാക്കുന്നു. വ ധർമ്മഭൂമി മേരി, വ കർമ്മഭൂമി മേരി, വ ജന്മഭൂമി മേരി, വ മാതൃഭൂമി മേരി, ഇത് എൻ്റെ ധർമ്മഭൂമിയാണ്. അതായത് എനിക്ക്, നമ്മുടെ ഇന്ത്യയിൽ ഒരുപാട് മതങ്ങളുണ്ടല്ലേ, അതൊക്കെ നമ്മുടെ മതേതര രാജ്യമാണ്. അത് എല്ലാ മതങ്ങളെയും നമ്മൾ സംരക്ഷിക്കുന്നുണ്ട്, ബഹുമാനിക്കുന്നുണ്ട്. അതുപോലുള്ളൊരു ധർമ്മഭൂമിയാണ് എൻ്റേത്. വ കർമ്മഭൂമി മേരി, ഇത് എന്നെ സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യാൻ പഠിപ്പിച്ച എൻ്റെ ഭൂമിയാണ്. വ ജന്മഭൂമി മേരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ജന്മം നൽകിയതാണ്, ഭാരതത്തിലാണ് ഞാൻ ജനിച്ചത്. വ മാതൃഭൂമി മേരി, അതായത് എൻ്റെ അമ്മയാണ് ഭാരതം. ജന്മേ ജഹാം ഥേ രഘുപതി, ജന്മേ ജഹാം ഥി സീത, ശ്രീകൃഷ്ണനെ സുനായി വംശി പുനി ഗീത. ജന്മേ യഹാം ഥേ രഘുപതി, രഘുപതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? ശ്രീരാമൻ ജനിച്ചത് എവിടെയാണ്? ഭാരതത്തിലാണ്. ജന്മേ ജഹാം ഥി സീത, സീത ജനിച്ചതും ഭാരതത്തിലാണ്. ശ്രീകൃഷ്ണനെ സുനായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേൾപ്പിച്ചു. ശ്രീകൃഷ്ണൻ എന്ത് കേൾപ്പിച്ചു എന്നാണ് പറയുന്നത്? വംശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടക്കുഴൽ. പുനീത് ഗീത, പവിത്രമായ ഭഗവത്ഗീതയും ഓടക്കുഴലൊക്കെ ശ്രീകൃഷ്ണൻ കേൾപ്പിച്ചത് എവിടെയാണ്? ഭാരതത്തിലാണ്. ഗൗതം ने जन्म लेकर जिसका सुयश बढ़ाया, जग को दया दिखाई, जग को दिया दिखाया. ഗൗതം ने जन्म लेकर, ഗൗതം എന്ന് പറഞ്ഞാൽ ശ്രീബുദ്ധനെയാണ് കേട്ടോ. ഗൗതമ ബുദ്ധൻ, ബുദ്ധമതം സ്ഥാപിച്ചത് ഗൗതമ ബുദ്ധനാണ്. അപ്പം ഗൗതമ ബുദ്ധന് ജന്മം നൽകിയത് എവിടെയാണ്? ഭാരതത്തിലാണ്. ജിസ്കാ സുയശ് പഠായ, അങ്ങനെ നമ്മുടെ ഭാരതത്തിൻ്റെ പ്രസിദ്ധി ലോകമെമ്പാടും അറിഞ്ഞു. ജഗ് കോ ദയാ ദിഖായി, പിന്നെ ദയ എന്ന് പറഞ്ഞാൽ അഹിംസ, ലോകത്തെ അഹിംസ പഠിപ്പിച്ചു, അതായത് അഹിംസ എവിടെ പഠിപ്പിച്ചു എന്നാണ്? ഭാരതത്തിൽ പഠിപ്പിച്ചു. ജഗ് കോ ദിയാ ദിഖായ, പിന്നെ എല്ലാ ലോകത്തിന് പ്രകാശം പരത്തി. വ യുദ്ധഭൂമി മേരി, വ ബുദ്ധഭൂമി മേരി, വ മാതൃഭൂമി മേരി, വ ജന്മഭൂമി മേരി, വ യുദ്ധഭൂമി മേരി. യുദ്ധഭൂമി എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് മഹാഭാരതത്തിലെ കുരുക്ഷേത്രത്തെയാണ് കേട്ടോ. വ ബുദ്ധഭൂമി മേരി, ശ്രീബുദ്ധൻ ജനിച്ച ഭൂമിയാണ് എൻ്റേത്. വ മാതൃഭൂമി മേരി, ഇത് എൻ്റെ മാതൃഭൂമിയാണ്. വ ജന്മഭൂമി മേരി, ഞാൻ ജനിച്ച ഭൂമിയാണ്.
ഇതിൽ കവി പ്രധാനമായിട്ടും ഭാരതത്തിൻ്റെ സവിശേഷതകളെക്കുറിച്ചാണ് പറയുന്നത്. ഇതിൻ്റെ കവി ആരാണ്? സോഹൻലാൽ ദ്വിവേദി.